കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ പൊതുവെ വികസന വിരോധികൾ എന്നാണ് അറിയപ്പെടുന്നത്. ട്രേഡ് യൂണിയന്റെ സമരം മൂലം പൂട്ടിപ്പോയ പല കമ്പനികൾ കേരളത്തിലുണ്ട്, മുടങ്ങിപ്പോയ പല പദ്ധതികളും ഉണ്ട്. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് പലതരത്തിൽ യൂണിയനുകൾ മൂലം കേരളത്തിൽ വെള്ളത്തിലായി കിടക്കുന്നത്. പണ്ട് ഓഫീസുകളിൽ കമ്പ്യൂട്ടറുകളും വയലുകളിൽ ട്രാക്ടറുകളും വന്നപ്പോൾ ചിലർ ഇതിനെല്ലാമെതിരെ സമരം ചെയ്തതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ മൂലം കേരളത്തിന് 10,475 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായ വാർത്തയാണ് വരുന്നത്. ഇടത് സംഘടനകളുടെയും CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെയും സമ്മർദ്ദഫലമായി കേന്ദ്രം നൽകാനിരുന്ന വൈദ്യുതി സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആധുനിക വൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതി ഉപേക്ഷിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം എന്നറിയുമ്പോഴാണ് ഈ നഷ്ടത്തിന്റെ ഗൗരവം അല്ലെങ്കിൽ വ്യാപ്തി വർദ്ധിക്കുന്നത്. ഇതോടെ നവീകരണത്തിനായി KCB ഏറ്റെടുക്കുന്ന വൻ സാമ്പത്തിക ബാധ്യത ജനങ്ങളുടെ ചുമലിലേക്കാകും വരാൻ പോകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. സ്മാർട്ട് മീറ്റർ പദ്ധതിക്കുള്ള 8,206 കോടി രൂപയ്ക്ക് പുറമെ വൈദ്യുതി വിതരണ നഷ്ടം കുറയ്ക്കാനുള്ള 2,269 കോടിയുടെ പദ്ധതി ഉൾപ്പെടെയാണ് സർക്കാർ ഇപ്പോൾ വേണ്ടെന്ന് വെക്കുന്നത്. തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത 2,000 കോടി രൂപയിലേറെ കേന്ദ്ര ഗ്രാന്റും ഈ പദ്ധതിയിലൂടെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടുമായിരുന്നു. ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് രേഖപ്പെടുത്തുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്ററിന് പകരം മൊബൈൽ ഫോൺ സിം കാർഡ് ചാർജ് ചെയ്യുന്നത് പോലെ KCB ഓഫീസിൽ ഇരുന്ന് വൈദ്യുതി ചാർജ് ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഡിജിറ്റൽ മീറ്ററിംഗ് ഉപകരണമാണ് സ്മാർട്ട് മീറ്റർ. സംസ്ഥാനത്ത് 37 ലക്ഷം ഉപഭോക്താക്കൾക്ക് ഒന്നാം ഘട്ടമായി ഈ മീറ്റർ നൽകാനും തീരുമാനിച്ചിരുന്നു. സ്വകാര്യ കമ്പനി മുഴുവൻ തുകയും മുടക്കി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുകയും വൈദ്യുതി നിരക്കായി ഉപഭോക്താക്കളിൽ നിന്ന് തിരിച്ച് പണം ഈടാക്കുകയും ചെയ്യുന്ന ടോക്ടക്സ് മാതൃക സ്വീകാര്യമല്ല എന്ന് സംഘടനകൾ നിലപാടെടുത്തു. CDAC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്മാർട്ട് മീറ്റർ നിർമ്മിച്ച് KCB തന്നെ ഈ പദ്ധതി നടപ്പാക്കണമെന്നാണ് ഇവരുടെ വാദം. ഇത് അപ്രായോഗികമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകി. CDAC-ന് ഇതിനുള്ള സാങ്കേതിക വിദ്യ അറിയില്ല, അവരും സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരും, സാമ്പത്തിക ഭാരം താങ്ങാൻ KCB-ക്ക് കഴിയില്ല എന്നൊക്കെയാണ് വസ്തുതകൾ. സ്മാർട്ട് മീറ്റർ ഉടനടി ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത CPM പോളിറ്റ് ബ്യൂറോ 2 ആഴ്ച മുമ്പ് നിർദ്ദേശിച്ചിരുന്നു. സ്മാർട്ട് മീറ്റർ വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കുമെന്നും പൊതുജനങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും ആക്ഷേപവും ഉയർന്നിരുന്നു. RDS-നോട് എതിർപ്പില്ലെങ്കിലും സ്മാർട്ട് മീറ്റർ ഒഴിവാക്കി ഇത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്നറിഞ്ഞാണ് ഈ പദ്ധതി കൂടി കേരളം ഉപേക്ഷിക്കുന്നത്. എന്തായാലും കേരളം പദ്ധതി ഉപേക്ഷിച്ചതോടെ ഇത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പിനെ ബാധിച്ചേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിനായി കേരളത്തിന് 4,263 കോടി രൂപയുടെ അധിക വായ്പയ്ക്ക് ജൂണിൽ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അധികം കടമെടുക്കാനും കഴിയുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ സ്മാർട്ട് മീറ്റർ അടക്കമുള്ള പദ്ധതികളിൽ നിന്ന് പിന്നാക്കം പോയാൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്.